ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് അമ്മമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതൊക്കെ അദ്ദേഹത്തിന്റെ ഹിതമാണ്, അദ്ദേഹത്തിന്റെ ഹിതം പോലെയാണ് എല്ലാം നടക്കുള്ളൂ. അപ്പൊ പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്തിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ ഒരുപാട് അമ്മമാർ ദിനം പ്രതി എന്നോട് സംസാരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അമ്മമാരുടെ ഒരു റിക്വസ്റ്റ് ആണ് ഈ ഒരു വീഡിയോ. ഉണ്ണിക്കണ്ണൻ മണ്ണ് വാരുത്തുന്ന ഒരു കഥ പറയുമോ ലക്ഷ്മിയുടെ നാവിൻ തുമ്പിലൂടെ അത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഒരുപാട് അമ്മമാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് ഉണ്ണിക്കണ്ണന്റെ മണ്ണ് വാരുത്തുന്ന കഥ കേൾക്കാം അല്ലെ. എല്ലാ അമ്മമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു, അതുപോലെ തന്നെ ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്നു കേട്ടോ. ഭഗവാൻ ഇഷ്ടമുള്ളവർ മാത്രം കേൾക്കുക, അല്ലാത്ത ആളുകൾ സ്ക്രോൾ ചെയ്ത് പോവുക. നമ്മൾ നിർബന്ധമായിട്ട് ആരോടും കാണണം അല്ലെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യണമെന്നും നമ്മൾ പറയാറില്ല കേട്ടോ. ഭഗവാനിൽ അർപ്പിതമായിട്ടുള്ള പുണ്യജന്മങ്ങൾ മാത്രം കേൾക്കുക. അപ്പോൾ ഉണ്ണിക്കണ്ണന്റെ മണ്ണ് വാരുത്തുന്ന മനോഹരമായ കഥ കേൾക്കാം അല്ലെ. ഒരിക്കല് ഗോപികോപന്മാര് ഗൃഹത്തിന് ബാക്കിൽ ഒരുപാട് പഴങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ്, മാമ്പഴങ്ങൾ. അപ്പൊ ഉണ്ണിക്കണ്ണതൊന്നും ശേഖരിക്കാൻ പോവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കള്ളക്കണ്ണനാണ്, കുസൃതി കാണിക്കുന്ന കള്ളക്കണ്ണനാണ്. അദ്ദേഹം ഒന്നും ശേഖരിക്കില്ല. അപ്പൊ ഗോപന്മാർ ഒരുപാട് മാമ്പഴം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ണി എന്ത് ചെയ്തു? പമ്മി വന്നിട്ട് ആ മാമ്പഴമൊക്കെ അങ്ങ് തിന്നു തീർത്തു. അപ്പൊ ഗോപന്മാർക്ക് വളരെ സങ്കടം തോന്നി. കാരണം താങ്കൾ കഷ്ടപ്പെട്ട് ഇത്രയും പഴങ്ങൾ ശേഖരിച്ചിട്ട് ആ കള്ളക്കണ്ണനാണെങ്കിൽ ഒന്നും ശേഖരിക്കാനും വന്നില്ല, എന്നിട്ടോ അതൊക്കെ തിന്നു തീർക്കും ചെയ്തു. അപ്പൊ ഇത് വീട്ടിൽ പറയണം, ഉണ്ണിക്കണ്ണൻ 2 അടി കൊള്ളിക്കണം എന്ന് തീരുമാനിച്ചവര്. അങ്ങനെ അവര് വീട്ടിൽ പോയി പറഞ്ഞ സമയത്ത്, മാതാപിതാക്കളോട് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഉണ്ണിക്കണ്ണൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, ഉണ്ണിയെ വെറുതെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനോടുള്ള വിശ്വാസമാണ് അവർക്ക്. ഉണ്ണി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നിട്ട് ഉണ്ണിയെ കുറ്റം പറയാണെന്ന് മാതാപിതാക്കൾ ഗോപന്മാരോട് പറഞ്ഞു. അപ്പൊ എന്തായി? ഗോപന്മാർക്ക് വളരെ നിരാശ തോന്നി. കാരണം ഈ കള്ളക്കണ്ണനെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ആരും വിശ്വസിക്കില്ല. അപ്പൊ അവര് തീരുമാനിച്ചു യശോദാമ്മയോട് പറയാം, അമ്മയെ കൊണ്ട് ഉണ്ണിയെ 2 അടി കൊള്ളിക്കണം തീരുമാനിച്ചു. പക്ഷെ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ലല്ലോ. ആ സമയത്ത് ഉണ്ണി മണ്ണ് വാരി തിന്നെയാണ്. ആര്? നമ്മുടെ കള്ളക്കണ്ണൻ, കഥാനായകനായ പൊന്നു ഗുരുവായൂരപ്പൻ മണ്ണ് വാരി തിന്നുക. അപ്പൊ ഇത് കണ്ട ഗോപന്മാര് തീരുമാനിച്ചു, ഇതാണ് പറ്റിയ അവസരം. മണ്ണ് വാരി തിന്നു പറഞ്ഞ് ഏതൊരു മാതാപിതാക്കളും മക്കളെ ശിക്ഷിക്കല്ലോ. അപ്പൊ ഇതാണ് പറ്റിയ അവസരം. അവരും വിചാരിച്ചു, വേഗം യശോദാമ്മയോട് പോയി പറഞ്ഞു, യശോദാമ്മേ, ഉണ്ണിക്കണ്ണൻ മണ്ണ് വാരുത്തുന്നു, ഉണ്ണിയുടെ വായിൽ മുഴുവൻ മണ്ണാണെന്ന് പറയണം. അപ്പൊ ഇത് കേട്ടപ്പോ യശോദാമ്മയ്ക്ക് വളരെ ദേഷ്യം തോന്നി. ഒരു വടി എടുത്തിട്ടങ്ങ് വന്നു ഉണ്ണിയുടെ അടുത്തേക്ക് അടിക്കാനായിട്ട് വരികയാണ്. അപ്പൊ ഉണ്ണിയോട് പറയാണ്, ഉണ്ണി വായ തുറക്കൂ, എന്താ മണ്ണ് വാരുത്തുന്നോ നീയേ, വായ തുറക്കൂ എന്ന് പറയണം. അപ്പൊ ഉണ്ണി ചിണുങ്ങിയിട്ട് പറഞ്ഞു. ഉണ്ണിക്ക് മനസ്സിലായി അടി കിട്ടുന്നു മനസ്സിലായി. അപ്പൊ കള്ളക്കണ്ണന് മനസ്സിലായി അമ്മയുടെ കയ്യിൽ നിന്ന് എന്തായാലും അടി കിട്ടും. ചിണുങ്ങാണ് ഉണ്ണി, വളരെ പാടുപെട്ട് ഉണ്ണി കള്ളത്തരം കാണിച്ച് കരയുന്നുണ്ട്, ചിണുങ്ങുന്നുണ്ട്, കൈ ഇങ്ങനെ മുറുക്കെ പിടിച്ച് വട്ടം കറങ്ങുന്നുണ്ട്. പക്ഷെ യശോദാമ്മയോ വടി എടുക്കാൻ നിൽക്കുന്നത്, കാരണം ഉണ്ണി മണ്ണ് വാരുന്നിരിക്കുകയാണ്. വായ തുറക്കൂ കണ്ണാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ മണ്ണ് വാരുത്തുന്നിട്ടില്ല, അവര് വെറുതെ പറയാണ്. അപ്പൊ ഗോപന്മാര് പറയുന്നുണ്ട്, അല്ല യശോദാമ്മേ, ഉണ്ണി മണ്ണ് വാരുത്തുന്നിട്ടുണ്ട്, ഉണ്ണിയുടെ വായിൽ മുഴുവൻ മണ്ണാണെന്ന് പറയാ. അപ്പൊ ഉണ്ണി ഒരു രക്ഷയില്ല, ഭയങ്കര സൂത്രക്കാരനാണല്ലോ. ഉണ്ണിയുടെ സൂത്രത്തിന് മറികടക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഒരു രക്ഷയില്ല. അപ്പൊ ഉണ്ണിക്ക് മനസ്സിലായി യശോദാമ്മ വളരെ ഉറഞ്ഞു തുള്ളിയിട്ട്, അത് കൈ തുള്ളിയിട്ട് നിൽക്കുകയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ ഉണ്ണി പറഞ്ഞു, യശോദാമ്മേ, അമ്മ എന്റെ വായ തുറന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മ പേടിക്കും എന്ന് പറയാണ്. അപ്പൊ യശോദാമ്മക്ക് ദേഷ്യം ഇങ്ങനെ വരികയാണ്. മണ്ണ് വാരുത്തുന്നിട്ട് ഇങ്ങനെയും പറയുന്നു ഉണ്ണിക്കണ്ണാൻ. അപ്പൊ കള്ളക്കണ്ണൻ പറയാണ്, അമ്മ എന്റെ വായ കണ്ടു കഴിഞ്ഞാൽ അമ്മ പേടിച്ചു പോകുമെന്ന് പറയാണ്. അപ്പൊ യശോദാമ്മ പറഞ്ഞു, ഞാൻ പേടിക്കില്ല, നീ വായ തുറക്ക് കണ്ണാ, എനിക്ക് നിന്റെ വായ കാണാം, നീ മണ്ണ് തിന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണമെന്ന് പറയാണ്. ആ ചിന്മയമൂർത്തിയുടെ വായ തുറന്നപ്പോ കണ്ടൊരു കാഴ്ച യശോദാമ്മ ഞെട്ടിപ്പോയി. ഭൂലോകം, ഭൂവർലോകം, സ്വർഗലോകം, മഹാർലോകം, ജനലോകം, തപോലോകം, സത്യലോകം എന്നിങ്ങനെ 7 ലോകങ്ങളാണ് കാണുന്നത് ഭഗവാന്റെ വായ്ക്കുള്ളില്. കുഞ്ഞുണ്ണിക്കണ്ണന്റെ വായ്ക്കുള്ളിൽ 7 ലോകങ്ങൾ. അതുകൊണ്ടും തീർന്നോ? അദ്ദേഹത്തിന്റെ വായ്ക്കുള്ളിലെ വിസ്മയം തീർന്നില്ല. അതലം, വിതലം, സുതലം, രസതലം, തലാതലം, മഹാതലം, പാതാളം എന്നിങ്ങനെ 7 അധോലോകങ്ങളെയും കാണാൻ സാധിച്ചു. അതുകൊണ്ടും തീർന്നില്ല അദ്ദേഹത്തിന്റെ വായ്ക്കുള്ളിലെ വിസ്മയം. സപ്തസാഗരങ്ങളും സപ്തപർവ്വതങ്ങളും മഹാനദികളും ദീപസമുദ്രങ്ങളും ആദിചന്ദ്രന്മാരും മറ്റ് ഗ്രഹങ്ങളും അനന്തകോടി ജ്യോതിർഗണങ്ങളും ഇന്ദ്രാദി ദേവന്മാരും നാരദാദി ബ്രഹ്മർഷികളും പ്രഹ്ലാദൻ, ധ്രുവൻ ഇങ്ങനെയുള്ള ഭക്തജനങ്ങളെയും അദ്ദേഹത്തിന്റെ വായ്ക്കുള്ളിൽ കണ്ടു. അതുകൊണ്ടും തീർന്നില്ല. വൃന്ദാവനവും ഗോപികോപന്മാരും സർവചരാചരങ്ങളും നന്ദഗോപരും എന്തിനെ പറയുന്നു.
ലക്ഷ്മി ദേവി, പാർവതി ദേവി, സരസ്വതി ദേവി ഇങ്ങനെയുള്ള ദേവീദേവന്മാരെയും സകല ചരാചരങ്ങളെയും എന്തിനധികം പറയുന്നു വടിയേന്തിയ യശോദാമയെ പോലും അമ്മ ഉണ്ണിയുടെ വായ്ക്കുള്ളിൽ കണ്ടു. അമ്മ പറഞ്ഞു, ഉണ്ണി വായടയ്ക്കൂ, എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. കൃഷ്ണ ഗുരുവായൂരപ്പ, കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല, വായടയ്ക്കൂ ഉണ്ണി. യശോദാമ്മയ്ക്ക് മനസ്സിലായി, താൻ തല്ലാൻ ഓടിച്ച ആ ബാലൻ കേവലം വെറും ഒരു ബാലനല്ല, തന്റെ മുന്നിൽ നിൽക്കുന്ന ആ ബാലൻ വെറും ഒരു ബാലനല്ല, അഖിലാണ്ടകോടീധരനായ ആ ചിന്മയമൂർത്തിയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. അമ്മ വളരെ താഴ്മയോടുകൂടെ പറയാണ്, ഉണ്ണിക്കണ്ണ വായടയ്ക്കൂ. അമ്മയ്ക്ക് തല കറങ്ങുന്നു, കൈകാലുകൾ കുഴയുന്നു, ശരീരം വിറയ്ക്കുന്നു. എന്റെ ഉണ്ണി വായടയ്ക്കൂ, എനിക്കിത് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് ആ ചിന്മയമൂർത്തി വളരെ വളരെ താഴ്മയോടുകൂടെ അമ്മയോട് പറയാണ്, എന്റെ അമ്മ കണ്ണുകൾ അടയ്ക്കൂ, ഉണ്ണിക്കണ്ണൻ കണ്ണ് തുറക്കാൻ പറയുമ്പോൾ മാത്രം എന്റെ അമ്മ തുറന്നാ മതിയെന്ന്. യശോദാമ്മ കണ്ണുകൾ പതിയെ അടയ്ക്കുകയാണ്. നിമിഷ നേരം പോലും വേണ്ടി വന്നില്ല. ഉണ്ണി പറയാൻ, അമ്മ കണ്ണ് തുറന്ന് എന്റെ വായിലേക്ക് ഒന്ന് നോക്കൂ എന്ന്. നോക്കുമ്പോൾ ആ കണ്ട വിസ്മയം ഒന്നും അവിടെ കാണാനില്ല. അമ്മ വളരെ താഴ്മയോടുകൂടെ ഉണ്ണിയെ വണങ്ങി. കാരണം ഒരു മാതൃവാത്സല്യാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കേവലം ഒരു ഗോപസ്ത്രീയാണ് യശോദാമ്മ. ആ യശോദാമ്മയ്ക്ക് മുന്നിലാണ് അഖിലാണ്ടകോടീധരനായ ആ ചിന്മയമൂർത്തി വളരെ താഴ്മയോടുകൂടെ നിന്നത്. എന്റെ പൊന്നു ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന എല്ലാ അമ്മമാർക്കും ഈ ഒരു കഥ സമർപ്പിക്കുന്നു. ഈ ഒരു കഥ എന്നോട് പറയാൻ പറഞ്ഞത് എന്റെ പൊന്നു ഗുരുവായൂരപ്പന്റെ അമ്മമാരാണ്. അപ്പൊ അമ്മമാരുടെ പാതാര ബിന്ദത്തിലേക്ക് ഈ കഥ സമർപ്പിക്കുന്നു. എല്ലാ അമ്മമാർക്കും, എല്ലാ ചേച്ചിമാർക്കും, എല്ലാ ഭഗവാനെ സ്നേഹിക്കുന്ന സജ്ജനങ്ങൾക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.